വേണ്ട, കുക്കറും വേണ്ട, ഒരു കുന്തവും വേണ്ട. അതാണ്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ മന്തി ഇനി വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അതിന്റെ സീക്രട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മൊത്തം ഇരുന്നങ്ങോട്ട് കണ്ടു. ആദ്യം വേണ്ടത് സെല്ലാർ റൈസ് ആണ്. 1 കിലോ എടുത്തിട്ടുണ്ട്. എടുത്താൽ മാത്രം പോരാ, 3-4 വട്ടം ഒന്ന് കൈ എടുക്കണേ. ഇതിന് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ 3-4 വട്ടം ഒന്ന് കൈ എടുത്തേച്ചാൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ അരി വെക്കുന്നത് എങ്ങനെയാണോ അതേ പരുവത്തിൽ ഒരു കലത്തിനകത്തിലോട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കൈ വൃത്തിയാക്കി വെച്ചേക്കുന്ന അരി മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒരു തവി വെച്ച് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതിന്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. അടുത്തായിട്ട് വേണ്ടത് 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഒരല്പം വലിയ പീസായിട്ട് വേണം മന്തി തയ്യാറാക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ സ്കിന്നോട് കൂടിയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 6 ഏലക്ക, 1 കഷ്ണം കറുവപ്പട്ട ചെറുതായിട്ട് മുറിച്ചതും 5 ഗ്രാമ്പും 2 തക്കോലവുമാണ്. കൂടെ തന്നെ ക്യാപ്സിക്കമാണ്. 1 ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കം വിട്ടുപോകരുത്. ഇതിന്റെ ഒരു ഫ്ലേവർ നൽകുന്നത് ക്യാപ്സിക്കമാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളകും, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, 1/2 ടീസ്പൂൺ പെരുംജീരകവും, കൂടെ തന്നെ 1 ഉണക്ക നാരങ്ങയോടെ ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് ഞെടുപ്പൊന്നും കളയാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അടുത്തായിട്ട് മെയിനായിട്ട് വേണ്ടത് മാഗി ക്യൂബ് ആണ്. അതൊരു 2-3 ചേർത്ത് കൊടുക്കാം. കാരണം ഇതിൽ പ്രത്യേകിച്ച് ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല. മാഗി ക്യൂബിനകത്തിൽ ഉപ്പുണ്ട്. അതുകൊണ്ടൊരു 2-3 ഇതുപോലെ പൊടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഒരു റെഡ് കളർ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി. അടുത്തായിട്ട് വേണ്ടത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങോട്ട് എടുക്കാം. വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കേണ്ട. മന്തിയുടെ മസാലയുടെ കറക്റ്റ് ആയിട്ടുള്ള കൂട്ടാട്ടോ. ഈ ഒരു മസാല ഇളക്കി പിടിപ്പിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ മൂടി വെച്ച് അടച്ചു കൊടുത്ത് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ഇത് വേവിച്ചെടുക്കണം. എത്രത്തോളം വേവിക്കാമോ അത്രത്തോളം അങ്ങോട്ട് വേവിക്കാം. പക്ഷെ ഇടയ്ക്കുണ്ടല്ലോ തുറന്നിട്ട് തിരിച്ചിടാനായിട്ട് മറക്കരുത്. എന്നിട്ട് ഇതിനെ വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കുറെ അധികം നമുക്ക് ചിക്കൻ സോക്ക് കിട്ടും. അത് നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് ചിക്കൻ മുഴുവനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റുക. എന്നിട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഒരു പാത്രത്തിനകത്തോട്ട് അങ്ങോട്ട് മാറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഏകദേശം 1 കപ്പോളം ചിക്കൻ സോക്ക് കിട്ടും. ഇത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. ഇത് കളയാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മള് നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ചോറ് വെള്ളമൊക്കെ ഊറ്റി അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നേരാട്ടൊക്കെ ഇട്ട് കൊടുക്കാം. കുറെ അധികം തയ്യാറാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പൊ ഞാൻ കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിൽ മാത്രമേ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 3-4 പച്ചമുളക് അത് ഡയറക്റ്റായിട്ട് തന്നെ ഇതുപോലെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു പാത്രത്തിനകത്തിൽ കുറച്ച് കനലെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഇത് മൂടി വെച്ച് അങ്ങോട്ട് അടച്ചങ്ങോട്ട് കൊടുത്തത് ഒരു 3-5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതങ്ങോട്ട് തുറക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതുപോലെ നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയോ. ഒരു കുഴിയും വേണ്ട, ഒരു കുക്കറും വേണ്ട. ഇതേപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ മന്തി തയ്യാറാക്കും. ഇതങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇനി ഇതിനങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തങ്ങോട്ട് എടുക്കാം. ആ ഒരു ചിക്കൻ സോക്കൊക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോ ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീട്ടിൽ 1 തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ സെല്ലാർ റൈസ് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് മന്തി തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. ചിക്കൻ നല്ലതുപോലെ കൊണ്ട് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന രീതി തന്നെ മന്തി വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നല്ലൊരു കിടിലൻ കിടുക്കാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം.